ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും കൂടിയാണ് ഇത് കഴിക്കാൻ. ഇതിനു വേണ്ടി 2 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞതാണ്. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ കുഴച്ചെടുത്ത മാവ് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സേവനാഴിയിലേക്ക് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലുള്ള ചില്ലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മാവ് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള ഓയിൽ റീയൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഷേപ്പിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയും കൂടിയാണിത്. ഉരുളക്കിഴങ്ങ് എണ്ണയിൽ വറുത്ത് കോരി കഴിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ല കാര്യമൊന്നുമല്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.